അതൊരു ഫ്രീ ആയിട്ട് തന്നെ അതൊരു ഓൺലൈനിലൂടെ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ബേസ് ഒരു വീട്ടിനുള്ളിൽ എന്തൊക്കെയാണ് പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളത് നമസ്കാരം. നമസ്കാരം. അലക്സഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ തങ്കച്ചൻ സാറാണ്. സാറ് ഒരുപാട് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുള്ളത് പലരും കണ്ടിട്ടുണ്ടാവും. അതായത് വാസ്തു സംബന്ധിച്ചും പിന്നെ ന്യൂമറോളജി സംബന്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പേരെ വാസ്തു പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് കൺസൾട്ടേഷൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ന്യൂമറോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും ആൽഫബറ്റിക് ലെറ്റേഴ്സാണ് ആൽഫബറ്റ്സ് ആണ് നമ്മൾ ഓർക്കുന്നത്. അപ്പം ആൽഫബറ്റ്സിന് ഓരോന്നിനും ഓരോ ഒരു വാല്യൂസ് ഉണ്ട് അല്ലേ, ഓരോ ഫ്രീക്വൻസി ഉണ്ട് അല്ലേ, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഓരോ ലെറ്റേഴ്സിനും എന്തൊക്കെ വാല്യൂസ് ആണ് ഉള്ളത്, ഫ്രീക്വൻസി ആണുള്ളത്, പിന്നെ അതെങ്ങനെയൊക്കെയാണ് ഫലിക്കുന്നത്? നമസ്കാരം. ന്യൂമറോളജി പ്രകാരം അക്ഷരങ്ങൾക്ക് അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിക്ക് ഒരു കൗണ്ടിങ് ഉണ്ടാവും. ഉദാഹരണം, ഇപ്പം ഒരുപാട് ആൾക്കാർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നെറ്റിൽ തന്നെ പലതരത്തിലുള്ള വാല്യൂസാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് അവർ സ്വന്തമായി കുറച്ച് കാര്യങ്ങൾ നോക്കുന്നു. മറ്റു ചിലർ എയ്ക്ക് 1 ആണെങ്കിൽ ബിക്ക് 2, സിക്ക് 3, ഇങ്ങനെ പോയി ഇസഡിന് 26 എന്ന് വരെ അവർ സ്വയം നിർദ്ദേശിച്ച് 26 ആണെങ്കിൽ 2+6 and 8 എന്നാണ് ഇസഡിന് ചില ആൾക്കാർ നിർദ്ദേശിച്ചത്. അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിനൊരു കുഴപ്പം ഞാൻ മാറ്റാം. 1 എന്നുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, ഫ്രീക്വൻസി വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് AJIOQ പഠിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരോ ഒരു പേന എടുത്ത് എഴുതി വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ 1. 2 എന്നതിൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത് RBK. 3 അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾ SLGC. 4 എന്നുള്ളതിൽ അടങ്ങിയിരിക്കുന്നത് DMT. 5 എന്നുള്ളതിൽ HX. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഞാൻ പറയാൻ പറയാം. അടുത്ത് 6 എന്നുള്ളത് UVW. 7 എന്നുള്ളത് OZ. 8 എന്നുള്ളത് FP. അപ്പോൾ ഇത് ടോട്ടൽ കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 25 അക്ഷരം കിട്ടുന്നുള്ളൂ. കാരണം 1 ഞാൻ മറന്നു, ഇടയ്ക്ക് ആ സ്പീഡിൽ പോയതാ, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ വിട്ടുപോകുന്ന ഒരു അക്ഷരം അത് തീർച്ചയായിട്ടും 5-ൻ്റെതായിരിക്കാം. സോ ഇതാണ് ഇതിൻ്റെ റിയൽ ഫ്രീക്വൻസി വാല്യൂ. സോ ഇതിന് വളരെ ഫലപ്രദമായി നിങ്ങളുടെ പേര് ആദ്യം ഒന്ന് എഴുതുക. അതിന് താഴെ ഇത്തരം ഓരോ അക്ഷരത്തിന് ഞാൻ പറഞ്ഞ അക്കങ്ങൾ എഴുതി അത് കൂട്ടി ഉണ്ടാവുന്ന ആ ടോട്ടലാണ് നിങ്ങളുടെ ഫ്രീക്വൻസി. അത് ഭാഗ്യകരമാണോ നിർഭാഗ്യകരമാണോ എന്നത് ഡേറ്റ് ഓഫ് ബർത്തും ലൈഫ് പാത്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പം ഞാൻ പോലെ മറ്റേതെങ്കിലും ന്യൂമറോളജിസ്റ്റുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സംശയം കഴിഞ്ഞില്ലേ? അപ്പം പേര് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പേരിൽ ആദ്യത്തെ അക്ഷരത്തിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്? തീർച്ചയായും ആദ്യത്തെ അക്ഷരം എന്നുള്ളത് ആദ്യത്തെ അക്ഷരത്തിന് പ്രാധാന്യമില്ലെങ്കിൽ പോലും പേരിൻ്റെ ടോട്ടൽ കൗണ്ടിങ്ങിനാണ് പ്രാധാന്യമെങ്കിൽ പോലും നമ്മൾ പറയത്തില്ലേ ഒരു പൊൻതുവൽ കൂടെ എന്ന് പറയത്തില്ലേ, അതേപോലെ പേരിന് ആദ്യം വരുന്ന അക്ഷരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങൾ 1-ാം തീയതി ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ AQIJOI ഇതൊക്കെ എല്ലാം ഫ്രണ്ടിൽ വരുമ്പോൾ ആ പേരിൻ്റെ ഫ്രീക്വൻസി ടോട്ടൽ ഫ്രീക്വൻസിക്ക് കുറച്ചുകൂടെ മൂലക്കരുത്തായി മാറും. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ 5-ാം തീയതി ജനിക്കുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും H പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാം, ഫ്രണ്ടിൽ കൊണ്ടുവരാം. സോ ഇതെല്ലാം ആ പേരിന് കുറച്ചുകൂടെ ശോഭ കൂട്ടുന്നു. പിന്നെ ഇൻഡിവിജ്വലായിട്ട് സ്പെല്ലിങ്ങിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻഷ്യലിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുണ്ടല്ലോ. ഇപ്പോൾ AS രഘുവരൻ, അല്ലെങ്കിൽ SJ മുനുസ്വാമി, അല്ലെങ്കിൽ AB കണ്ണൻ, അല്ലെങ്കിൽ AB വരുമ്പോഴത്തേക്കും Aക്ക് 1 നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിൽ അത് ഇൻഷ്യലിൽ വരുമ്പോൾ 10 മാറുന്നു, Sന് 30 മാറുന്നു, എന്നിട്ട് Tക്ക് 40 മാറുന്നു, അല്ലെങ്കിൽ 400 മടങ്ങാണ്. അത് ഈക്വലായിട്ട് ഈ ഒരു സിംഗിൾ ഡിജിറ്റലായിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുന്നു. അത് ഒരു ക്ലാസ്സിൽ വരുന്ന പഠന വിഷയമായിട്ട് വരുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാണ്. സാധാരണ പ്രേക്ഷകർ അത് അത്രമാത്രം അറിഞ്ഞാൽ മതി. എപ്പോഴും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബേസ് ചെയ്തുള്ള അക്ഷരങ്ങൾ നമ്മുടെ പേരിന് ആദ്യം വരുമ്പോൾ കുറച്ചുകൂടെ അതിന് ഭംഗി കൂടുന്നു, അതിന് കുറച്ച് എനർജി ഫുൾ ആവുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പം ഒരു പേരിൻ്റെ ആദ്യം വരുന്നതാണോ നടുക്ക് വരുന്നതാണോ അവസാനം വരുന്നതാണോ ഏറ്റവും നല്ലത്? ഇൻഷ്യൽ ആദ്യം ആദ്യം ഇൻഷ്യൽ എപ്പോഴും ആദ്യം വരുന്നതാണ് നല്ലത്. എല്ലാവരും മിക്കവാറും ആൾക്കാർ പേരിന് പിന്നിൽ AB, ഇപ്പം രഘു
നാരായണൻ SJ, അല്ലെങ്കിൽ സുരേഷ് BS, അല്ലെങ്കിൽ രമേഷ് SB. പേര് ആദ്യം വരുന്നത് അത് മാത്രമേ ഇവിടെ കൗണ്ടബിൾ ആവുന്നുള്ളൂ. രണ്ടാമത് ഇൻഷ്യൽ വരുമ്പോഴത്തേക്കും അത് കൗണ്ടബിൾ അല്ല. അങ്ങനെ ആരും അബദ്ധത്തിൽ പോലും ആ രണ്ടാമത്തെ ഇൻഷ്യൽ എഴുതുന്ന രീതികളിൽ നിങ്ങൾ പ്രയോഗിക്കരുത്. ഇൻഷ്യൽ ഫ്രണ്ടിൽ വെച്ച് ഉപയോഗിക്കുക. ആ ഫ്രണ്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഫ്രീക്വൻസിയാണ് എൻ്റെ റിയൽ ഫ്രീക്വൻസി. നടുക്ക് വരുന്നു അത്ര പോരാ, നടുക്ക് വരാം. ഇപ്പോൾ നമുക്ക് രവി K അർജുൻ, ആദ്യം രവി വരുന്നു, K അർജുൻ. സോ നടുക്ക് വരുന്നത് കൗണ്ടബിൾ ആണ്. പേരിൽ കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഇൻഷ്യൽ കൗണ്ടബിൾ അല്ല. നടുക്ക് വരാം, ഇൻഷ്യൽ ആദ്യം വരാം, നടുക്ക് വരാം, അതിനുശേഷം മൂന്നാമതൊരു പേരുണ്ടായിരിക്കണം. അതുപോലെ ചില പേരുകളിൽ ചില ലെറ്റേഴ്സ് ഇരട്ടിച്ച് വരാറുണ്ടല്ലോ, അതായത് AA, BB അല്ലെ JJ, അങ്ങനെ ഇടയ്ക്ക് അത് എനിക്കത് പറയാൻ തന്നെ വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. ഒത്തിരി ടെക്നീഷ്യന്മാർ ചെയ്യുന്നൊരു അബദ്ധമാണ്. ഒരു ക്ലയൻറ്റ് എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാറ്റത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്താണ് ഈ ടെക്നീഷ്യന്മാരുടെ അടുത്ത് ഓരോ ആൾക്കാരും വരുന്നത്. അവർ ചോദിക്കുന്ന ഫീസ് കൊടുക്കുന്നു, പക്ഷെ അവരോട് നീതി പുലർത്തുക. ഒരു I കൂടുതലിട്ട് ഇവർക്ക് എന്താ പ്രൊനൗൺസിയേഷനിൽ മാറ്റം വരുത്താൻ സാധിക്കുക? ഇപ്പം കണ്ണൻ ഒരു N കൂടുതലിട്ട് കഴിഞ്ഞാൽ ആ വാക്കിന് പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഒരു സാധാരണ ഇരട്ടിപ്പ് ശബ്ദം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇരട്ടിപ്പ് അക്ഷരം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദത്തിനും ഇരട്ടിപ്പാവണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ അക്ഷരം ഇരട്ടിപ്പിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ചെയ്യരുത്, അരുത്. നമ്മളിപ്പോൾ കല്ല് എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഒരു L വരില്ല, അവിടെ 2 L വരണം അല്ലേ? അതേപോലെ തന്നെ നിമിത്തം എന്നുള്ളൊരു രീതിയിൽ നമ്മളിപ്പോൾ നിമിത്തം നമ്മൾ എഴുതുന്നു, അതിൽ NIIMA എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഒരു സിംഗിൾ I അവിടെ ശബ്ദത്തിൽ വരുന്നുള്ളൂ. നിഷ NII ഇട്ടിട്ട് കാര്യമില്ല, അതിൽ സിംഗിൾ I വരുന്നുള്ളൂ. മനസ്സിലായി? പേരിൽ AA, അപ്പൊ ആ എന്നുള്ള ഒരു ദീർഘം വരുമല്ലോ, അത് അങ്ങനെ ഇട്ടാൽ നന്നായിരിക്കും. രാജ അതിൽ RAJA വരുന്നുണ്ട്. അതേസമയത്ത് രാജ് RAAJ വരുള്ളൂ ശബ്ദത്തിൽ. രാജയ്ക്ക് നിങ്ങൾ ഒരു എയുടെ പ്രൊനൗൺസിയേഷന് വരുന്നുള്ളൂ, പക്ഷെ രാജയ്ക്കോ രാജിലോ ഇപ്പൊ രാജ RAJA, അപ്പം രാജിലോ ഒരു A കൂടുന്നു. അങ്ങനെ ശബ്ദങ്ങൾ പരിശോധിച്ച് ഞാനൊക്കെ ഒരു പേരെടുക്കുമ്പോൾ തന്നെ 10-50 വട്ടം പല മോഡലും, അതായത് ശരീരത്തിൻ്റെ ഒരു പ്രത്യേക പൊസിഷൻ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ രാജ് 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 ഇങ്ങനെ ശരീരത്തിൽ ഞങ്ങളുടെ പഠന വിഷയങ്ങളാണ്. പല രീതികളിൽ തന്നെ പ്രൊനൗൺസ് ചെയ്ത ആ ശബ്ദത്തെ ഞങ്ങൾ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇരട്ടിപ്പ് ചെയ്ത് തരുന്ന സൊല്യൂഷന് നിങ്ങൾ അരുതേ. ഇരട്ടിപ്പില്ലാത്ത നല്ല ഭാഗ്യകരമായ അക്കങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കൂടുതൽ ഇരട്ടിപ്പിൽ കാര്യമില്ല. അങ്ങനെ ഇരട്ടിപ്പ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, രാജ് അതിനൊരു ഇരട്ടിപ്പുണ്ടാവും, രാം അതിന് ഇരട്ടിപ്പുണ്ടാവും, കാരണം രമല്ല രാം. അതേപോലെ തന്നെ പേരുകളിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയും പോലെ നമ്മൾ ശബ്ദം എഴുതുന്നത് വേറെയാണ്. ഇപ്പം രമേഷ് എന്ന് എഴുതുന്നു, പക്ഷേ എഴുതുന്നത് രമേഷ്, ഉച്ചരിക്കുന്നത് രമേഷ് എന്നാണ്, RE വരുന്നു. ഇത്തരം കൺഫ്യൂഷ്ഡ് ശബ്ദങ്ങളെല്ലാം ഒന്നുകൂടെ പരിശോധിക്കുക. പേരിനെ കുറച്ചുകൂടെ സുഗമമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വളരെ വളരെ ഭാഗ്യകരമായ ആളായി മാറാൻ പറ്റും. നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റുകളും, നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങളോട് സമീപിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാർ, ഇതെല്ലാം ഈ പേരിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസിയിലൂടെ നിങ്ങളുടെ പേര് മാറ്റുകയാണെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ആൾക്കാർ നിങ്ങളെ ആകർഷിക്കും. ഒരു ഹൈ ഫ്രീക്വൻസിയിലൂടെ, ഭാഗ്യകരമായ ഫ്രീക്വൻസിയിലൂടെ നിങ്ങളുടെ പേര് വയ്ക്കുകയാണെങ്കിൽ ഭാഗ്യകരമായ ഫ്രീക്വൻസി അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻ നിങ്ങളെ വന്നു ചേരും, അല്ലെങ്കിൽ നിങ്ങൾ ആകർഷിക്കപ്പെടും. അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേര് അവർ കണ്ടെത്തുന്നു, അവരുടെ കുഞ്ഞുങ്ങളുടെ പേരായിരിക്കും, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ കുഞ്ഞുങ്ങൾ, പക്ഷെ അത് ജനവിഷയമാണോ ഇല്ലയോ എന്നവർ ചിന്തിക്കുന്നില്ല. എപ്പോഴും ജനവശ്യം മാറുന്ന, അതായത് 5 വരുന്ന പേരുകളായിരിക്കണം എല്ലാ തരം ബിസിനസ് സ്ഥാപനങ്ങളിൽ വെക്കേണ്ടത്. കാരണം 5 എന്നുള്ളത് എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, ഗ്രഹം ബുധൻ. സോ 4 ഗ്രഹങ്ങൾ ഇടതും 4 ഗ്രഹം വലതുമായി നടുക്ക് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ, 5. അപ്പോൾ പൊതുസ്ഥാപനങ്ങൾ, പബ്ലിക്കിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. പബ്ലിക്കുമായിട്ട് കൂടുതൽ റിലേഷൻ ചെയ്യേണ്ട കൂടുതൽ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ 5 മാറ്റുക. 5 മാറ്റുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതുവരെയുള്ള ആ സ്ഥാപനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. കുറച്ച് കൂടുതൽ ജനവിഷയം, കുറച്ച് കൂടുതൽ ആൾക്കാർ നിങ്ങൾ ആകർഷിക്കും പോലെയും, കുറച്ച് കൂടുതൽ കടന്ന ആൾക്കാർ വരുന്നത് പോലെയും അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നു. അതുപോലെ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും ഒരു രജിസ്ട്രേഷൻ നെയിമും ഒക്കെ കാണുമല്ലോ. അങ്ങനെ ആ നെയിമായിരിക്കുമോ പ്രാബല്യത്തിൽ വരിക, അതോ ആദ്യം വിട്ട ഒരു പേര് കാണുമല്ലോ, അതായിരിക്കും പ്രാധാന്യം? എപ്പോഴും നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫുൾ നെയിം ഉണ്ടാവുന്നു. ഇപ്പോൾ വില്യം ട്രേഡിംഗ് കോർപ്പറേഷൻ, പക്ഷേ ആ സ്ഥാപനത്തിൽ നിങ്ങളുടെ ലെറ്റർ പേഡിലോ നിങ്ങളുടെ ബോർഡിലോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന വില്യംസ് എന്നാണെന്ന് വയ്ക്കുക. ആ വില്യംസ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുക.
ആ ട്രേഡിംഗ് കോർപ്പറേഷൻ വെറും രേഖകളിലുള്ളത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പോത്തീസിന്റെ ഫുൾ നെയിം മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷേ നമ്മൾ പോത്തീസിനെ മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ജയലക്ഷ്മി എന്നുള്ളത് അവർ ഇൻട്രസ്റ്റിൽ എന്ന് പറഞ്ഞ് മറ്റേന്തെങ്കിലും കാണുമായിരിക്കും, അവരുടെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്തെങ്കിലും കാണുമായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും. പക്ഷേ ജയലക്ഷ്മി എന്ന് മാത്രമേ ശബ്ദത്തിൽ വരുന്നുള്ളൂ. ശബ്ദത്തിൽ കൂടുതൽ എന്താണോ വരുന്നത് അത് ആ ന്യൂമറോളജി, ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ആ സ്ഥാപനത്തിന് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ശബ്ദം ഏതാണ്? അപ്പോൾ നമ്മൾ ഒത്തിരി ഇപ്പം നമ്മൾ നോക്കുന്നു, ഇപ്പോൾ കാർത്തിക് വിൻമിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു, അതിൽ കാർത്തിക് എന്ന് പറഞ്ഞാൽ അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാർത്തികേ വർക്കാവുള്ളൂ. കാർത്തികിന്റെ അക്കൗണ്ടിങ്ങാണ് കൂടുതൽ നോക്കേണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലേ ഇപ്പൊ പോത്തീസ് പോത്തീസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പോത്തീസ് ജുവലേഴ്സ് ഉണ്ട്, പോത്തീസ് സാരി ആൻഡ് സിൽക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് അതാ ഞാൻ പറഞ്ഞു, പോത്തീസിനോട് ഹൈലൈറ്റ് ആവുള്ളൂ. പോത്തീസ് എന്നുള്ളത് അല്ല, പോത്തീസ് കഴിഞ്ഞിട്ട് ബാക്കി പോത്തീസ് ഹൈപ്പർ മാർക്കറ്റ്, പോത്തീസ് വെജിറ്റബിൾസ്, പോത്തീസ് ഹൈലൈറ്റ് ആവുള്ളൂ. കാരണം എല്ലാ ജനങ്ങളും നമുക്ക് അവിടെ പോകും, പോത്തീസിൽ പോകാം, എന്നാൽ ആ പോത്തീസ് മാത്രമേ ഹൈലൈറ്റ് ഉള്ളൂ. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുന്നൊരു അബദ്ധം അതാണ്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വലിയ ലോങ് നെയിം എടുത്തിട്ട് അവർ ബോർഡിൽ എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ട് നെയിം ആക്കുന്നു എംബ്ലത്തിന് വേണ്ടി. അതായിരിക്കും വർക്കൗട്ട് ആവും. അതിന്റെ ഭാഗ്യ നിർഭാഗ്യം അന്വേഷിക്കാം. ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തി കഴിയുമ്പോൾ പേര് വഴി മാറ്റം വരുത്തുന്നു, അല്ലെ പ്രോണോളജി വഴി മാറ്റം വരുത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തി കഴിയുമ്പോൾ ഇത് ശരിക്കും എത്ര നാള് അല്ലെ എന്നുതൊട്ടാണ് ഇത് ഫലവത്താകുക? ഒരു ഫലപ്രദമായ ന്യൂമറോളജി ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 48 ഡേയ്സ്, ഒരു മണ്ഡലകാലത്തിനുള്ളിൽ അത് വർക്കൗട്ട് ആവണം, അല്ലെങ്കിൽ അത് ന്യൂമറോളജി അല്ല. ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ മാറ്റുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ പേര് മാറ്റി നിങ്ങളൊരു ഭാഗ്യകരമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേര് മാറ്റുമ്പോൾ ആ ടെക്നീഷ്യൻ്റെ കഴിവ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മാസം, ഒരു മണ്ഡലകാലത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ആയി, നിങ്ങൾ വലിയൊരു വിപ്ലവകരമായ മാറ്റം വേണ്ട, അതിൻ്റെ സിംറ്റംസുകൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ നെയിം ചേഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ നിന്നൊരു ചൂട് അനുഭവപ്പെടും, നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് അനുഭവപ്പെടും. എന്നാൽ നമ്മുടെ പരിസരങ്ങളെല്ലാം നമുക്ക് വിസിബിളായി തുടങ്ങും. എന്ത് നമ്മൾ വേണ്ട, അത് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കഴിയും എന്നുള്ളൊരു പോസിറ്റീവ് എനർജി അകത്ത് കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ശബ്ദം ബ്ലഡിനെ ചലിപ്പിക്കാൻ കഴിയും. അതാണ് ശബ്ദ തരംഗങ്ങൾ ബ്ലഡിനെ വരെ ചലിപ്പിക്കാൻ പറ്റും. സോ നല്ല ഭാഗ്യകരമായ പേരിലോട്ട് മാറുമ്പോൾ വലിയ അസുഖങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ആശുപത്രി പോകണം, നല്ല വിദഗ്ധമായ ചികിത്സയും ഡോക്ടേഴ്സിനെ തന്നെയാണ് കാണേണ്ടത്. പക്ഷേ ഈ നല്ലൊരു പേര് മാറ്റി ശബ്ദം മാറ്റി ആ ശബ്ദം നിങ്ങൾ അനുഭവിക്കുമ്പോൾ വലിയ അസുഖങ്ങൾക്ക് വരെ ഒരു ചെറിയൊരു ശമനം കിട്ടും. തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അഥവാ അങ്ങനെ മാറ്റം തോന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും കൺസൾട്ട് ചെയ്ത് മാറ്റം തോന്നിയിട്ടില്ലെങ്കിൽ ആ വർക്ക് തെറ്റെന്നർത്ഥം. അതിപ്പോൾ ഞാൻ ചെയ്താലും മറ്റാര് ചെയ്താലും 1.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു വ്യത്യാസം വന്നിട്ടില്ല, അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നിങ്ങൾക്ക് ഒരു മൂവ്മെന്റ് അനുഭവപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വർക്ക് തെറ്റ്, അത്രേ ഉള്ളൂ. അതിൻ്റെ സിംറ്റംസ് എങ്കിലും വരും. ചിലപ്പോൾ ദിശാഭുക്തി അന്തരംഗങ്ങൾ, അല്ലെങ്കിൽ വീടിൻ്റെ വാസ്തു, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്തരം കാര്യങ്ങൾ കുറച്ച് മുന്നേ പിന്നെ പോകാറുണ്ട്. പക്ഷേ ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും ശബ്ദം മാറ്റി പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനികൾക്കോ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ തീർച്ചയായും വന്നിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജന്മദിവസത്തിനാണോ പ്രാധാന്യം, അതോ ഇത് കൂട്ടുമ്പോൾ വരുന്ന ഒരു ഫേറ്റ് നമ്പർ ഉണ്ടാവുമല്ലോ, അപ്പം അതിനായിരിക്കും പ്രാധാന്യം? ജനന ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ ആ ശരീര അവയവങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നു, ഈവൻ തലമുടി വരെ. പക്ഷേ ലൈഫ് പാത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി തീരുമാനിപ്പിക്കപ്പെടുന്നത്. മനസ്സിലല്ലേ? ഇപ്പോൾ ഒരു മനുഷ്യന് 1-ാം തീയതി ജനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ലൈഫ് പാത്ത് നമ്പർ 7 ആണെന്ന് വയ്ക്കാം. 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടുവരും? 25ഉം 7 7 എന്നുള്ള ഗ്രഹത്തിന് ലൈഫ് പാത്തിലോട്ടും അങ്ങനെയായി കൊണ്ടുവരുള്ളൂ. 25 7 16 7 7 7 അതേപോലെ ലൈഫ് പാത്ത് നമുക്ക് 7 ആണെങ്കിൽ ആ വ്യക്തി സ്പിരിച്വൽ അറേഞ്ച്മെന്റിലോട്ട് എളുപ്പം കടന്നു ചെല്ലാൻ പറ്റും. ഈവൻ അതല്ലെങ്കിലും പോകാൻ പറ്റും. പക്ഷേ ഈ വ്യക്തികൾക്ക് കൂടുതൽ സ്വീകാര്യമായിരിക്കും സ്പിരിച്വൽ സംബന്ധമായ കാര്യം. 25 ആണെങ്കിൽ 7 25 എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദീർഘദൂരം കഷ്ടപ്പെട്ട് പിന്നെ ലോകം ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ആയി ചെന്നെത്തും. 25 ഇപ്പം നമ്മുടെ മഹാത്മാഗാന്ധി MK ഗാന്ധി സൈൻ ചെയ്യുന്നത് 25 ദീർഘദൂരം കഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഇനി ഒരിക്കലും ജനമനസ്സുകളിൽ നിന്നത് ഇനി മാറാത്ത വണ്ണം ആ പേര് എന്ന് നിലനിൽക്കുന്നില്ലേ ഗാന്ധി. അദ്ദേഹം അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുണ്ടോന്നില്ല. ആ പേര് ഒരിക്കലും പറയും. സാംസങ്, നോക്കിയുടെ പിന്നിൽ വളരെ ബുദ്ധിമുട്ടി വന്നുകൊണ്ടിരുന്ന കമ്പനിയായിരുന്നു. പക്ഷേ ഇന്ന് നിരന്തരമായും അല്ലെ അനന്തമായ സാധ്യതകൾ ആ കമ്പനി കണ്ടെത്തി കഴിഞ്ഞു. ഇംഗ്ലീഷ് 25 വരുന്നതാണ്. ഒരു കാലങ്ങളോളം ഈ ലോകത്ത് ഫൈറ്റ് ചെയ്ത് പിന്തള്ളപ്പെട്ടു. പിന്നെ ഇന്ന് ലോകം മുഴുവൻ അയാൾ കീഴടക്കില്ല ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ, അല്ലേ? അതേപോലെ ഓരോ നമ്പരും, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫ്രീക്വൻസി 19 വരുന്നതെങ്കിൽ ഇളമേ മങ്ക തോറ്റോ എന്ന് പറയും. ആ നിങ്ങളുടെ ടോട്ടൽ 19 വരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 2000 കിഡ്സിനൊക്കെ അത് ആ 19 വരെയുള്ള ഭാഗ്യം കൊണ്ടായിരുന്നു. ആ 19 വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ പേര് കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറുപ്പം തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ വയസ്സായാലും നിങ്ങൾ നമ്മുടെ മമ്മൂട്ടിയൊക്കെ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ വരുമാനങ്ങളിലെല്ലാം ഒരു പുതുമ നിറഞ്ഞിരിക്കും. ഇതേപോലെ ഓരോ അക്കങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട്.
അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്ലാറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പദ്ധതിയുണ്ട്. അപ്പോൾ 10 നില ഫ്ലാറ്റ് അല്ലെങ്കിൽ 20 നില ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഏത് നിലയിലുള്ള ഫ്ലാറ്റ് തിരഞ്ഞെടുക്കും? 5ാമത്തെ നില തിരഞ്ഞെടുക്കണോ, 7ാമത്തെ നില തിരഞ്ഞെടുക്കണോ, പിന്നെ ഫ്ലാറ്റിൻ്റെ നമ്പർ ഏത് നില വേണോ നിങ്ങൾക്ക്, അതിപ്പോൾ ഇതിപ്പോൾ വാസ്തുവിലോട്ട് വരുന്നു, ന്യൂമറോളജി മാറി വാസ്തുവിലോട്ട് വരുന്നു. നമ്മൾ ഏത് നില തിരഞ്ഞെടുത്താലും സൂര്യപ്രകാശം അകത്ത് കടന്നു വരുന്ന രീതിയിൽ തിരഞ്ഞെടുക്കുക. നോർത്ത് ആൻഡ് ഈസ്റ്റ്, ഈ വടക്ക് കിഴക്ക്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വടക്ക് നോർത്ത് ഈസ്റ്റ്, ഈശാന്യം, ആഗ്നേയം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായില്ല. സോ അതുകൊണ്ട് ഞാനിപ്പോൾ പറയാണ്, വടക്കും കിഴക്കും ചേരുന്ന മൂല, അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അവിടെ ജനലുകൾ വയ്ക്കുക, അതിലൂടെ നിങ്ങൾ സൂര്യപ്രകാശത്തിനെ കടത്തി വിടുക. കുറച്ചൊരു അഡ്വാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഉച്ചഭാഗവും നീച്ചഭാഗവും ഉണ്ട് ഓരോ ദിക്കിനും. ഇപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വടക്ക് ഫേസ് ചെയ്ത് വീടിൻ്റെ ഡിമാൻഡ്, കിഴക്ക് വടക്ക് കിഴക്കുകളിൽ ദിശയിൽ നിൽക്കുന്ന വീടിനായിരിക്കും വില കൂടുതൽ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ട് വന്നു, അതിനൊക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് തന്നെ ഭയങ്കര ഡിമാൻഡാണ്, അല്ലെങ്കിൽ ലാൻഡിന് തന്നെ വലിയ ഡിമാൻഡാണ്. ഞാൻ പറയുന്നത് 4 ദിക്കുകളിലും നിങ്ങൾക്ക് വീട് വയ്ക്കാം. 4 ദിക്കുകളിലും ഉച്ചഭാഗങ്ങളുണ്ട്. ആ ഉച്ചഭാഗങ്ങളിലൂടെ നിങ്ങളുടെ പ്രധാന വാതിലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. വാസ്തു എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും വളരെ ഫലപ്രദമായി അനുഭവിക്കേണ്ട ഒരു വരപ്രസാദമാണ് ഈ വാസ്തു. നമ്മുടെ കേരളത്തിൽ അത് വളരെ മോശം രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യുന്നു. എങ്കിലും ചക്ക വീഴുന്ന മുയൽ ചത്ത പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലുള്ള ഒരു വാസ്തു വളരെ, ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നതും അതിനു വേണ്ടിയാണ്. കാരണം അല്ലേ, നമ്മുടെ കേരളത്തിൽ എന്നെ തന്നെ കളിയാക്കുന്നത്, ഞാൻ തമിഴിൽ നിന്ന് വന്ന എന്നെ തന്നെ കളിയാക്കുന്നത് 5 തലമുറയ്ക്ക് എനിക്ക് കേരളത്തിൽ വർക്ക് കിടക്കുന്നുണ്ട്. അത്രത്തോളം വാസ്തു പ്രശ്നങ്ങൾ കിടക്കുകയാണ് ഇവിടെ. ഞാൻ പറയുന്നത് സൂര്യപ്രകാശത്തിന് ഒരു പ്രത്യേക ക്രമീകരണത്തിൽ വീട്ടിനുള്ളിലോട്ട് കൊണ്ടുവരുന്നതാണ് വാസ്തു. ബാക്കിയെല്ലാം ആ പ്രകാശം നിങ്ങളെ നോക്കിക്കൊള്ളും. സൂര്യനില്ലാത്തൊരു ദിവസത്തിനെ കുറിച്ചോ സൂര്യനില്ലാത്തൊരു ലോകത്തിനെ കുറിച്ചോ നമ്മൾ സങ്കല്പിക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെ സൂര്യ വെളിച്ചം കടന്നു വരാത്ത വീടിനെ കുറിച്ചും നിങ്ങൾ അധികം ഒന്നും സങ്കല്പിക്കേണ്ട. സൂര്യ വെളിച്ചം കടന്നു വരിക. നോർത്ത് എന്നുള്ളത്, നോർത്തും ഈസ്റ്റും എന്നുള്ളതൊരു മാസ്മരികം തീർക്കുന്ന 2 ദിക്കുകളാണ്. അതിലൂടെ സൂര്യ വെളിച്ചം ഉത്തരായണത്തിൽ നോർത്ത് വഴി വരുന്നു, ദക്ഷിണായണത്തിൽ സൂര്യന് 2 പാതകളുണ്ട്. ഒരു 6 മാസം ഉത്തരായണവും 6 മാസം ദക്ഷിണായണവും. ഉത്തരായണം എന്ന് വെച്ചാൽ കിഴക്കുതിച്ച് വടക്കിലോട്ട് സൂര്യൻ കയറി വരുന്നു. ദക്ഷിണായണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കുതിച്ച് തെക്കിലോട്ട് സൂര്യൻ കറങ്ങി പടിഞ്ഞാറ് തന്നെയാണ് അസ്തമിക്കുന്നത്. അപ്പം ഈ 2 ദിക്കുകളിലും സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. സൂര്യ വെളിച്ചത്തിന് വേണ്ടി വീട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വെക്കാൻ കഴിയാത്തത് കൊണ്ട് കെട്ടുമ്പോഴേ ഉച്ചനീച്ച ഭാഗങ്ങൾ ശ്രദ്ധിച്ച് വീട് കെട്ടുക. എത്ര വലിയ അസുഖമുണ്ടെങ്കിലും അത് ഒരു പക്ഷേ അതിന് നല്ലൊരു ശതമാനം അതിൻ്റെ ഉറവിടം വീടിൻ്റെ വാസ്തു ഇല്ലായ്മയാണ്. ആ വീടിൻ്റെ വാസ്തുവാണ്. അതിൽ രോഗികളെ കിടത്തേണ്ട സ്ഥലങ്ങളുണ്ട് വീട്ടിനുള്ളിൽ. രോഗികളെ, നിങ്ങൾ വീട്ടിനുള്ളിൽ രോഗികളുണ്ടെങ്കിൽ രോഗികളെ പ്രത്യേകിച്ച് നിങ്ങൾ കിടത്തേണ്ട വീട്ടിനുള്ളിൽ സ്ഥലങ്ങളുണ്ട്. ഡിഗ്രി ബേസിൽ അതിനെ കണ്ടെത്തുക. നല്ലൊരു ഡോക്ടറിനെ ചികിത്സിപ്പിക്കുക, പക്ഷേ രോഗം വേഗം ഭേദമാവും. കുട്ടികൾ എപ്പോഴും ഈ വാസ്തു ദോഷമുള്ള വീടുകളിൽ കുട്ടികൾ ഒന്ന് ഈ മനസ്സംബന്ധമായ കാര്യങ്ങൾ, പ്രേമ വിവാഹത്തിലോട്ട് കടന്നു പോകുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. ഒരുപക്ഷെ ഒരു എലിജിബിലിറ്റി പരിശോധിക്കാതെ തന്നെ പ്രേമ വിവാഹത്തിലൂടെ കടന്നു പോകുന്ന അച്ഛനമ്മമാർ പറഞ്ഞാൽ ഒരു കാരണവശാലും സമ്മതിക്കാതെ അവർക്ക് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ പ്രേമത്തിൽ അകപ്പെടുന്ന കുട്ടികളുണ്ട്. ആ വീടിൻ്റെ വായുവിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇനി അവിടെ പെൺകുട്ടികൾ ഇല്ല, അപ്പോൾ പിന്നെ എങ്ങനെ പ്രേമിക്കാൻ കഴിയുക? ആ വീട്ടിലെ സ്ത്രീയുടെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. വായുവിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. ആഗ്നേയത്തിലാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവരുടെ ഈ കരച്ചിൽ, കൊച്ചുകുട്ടികളുടെ കരച്ചിൽ നിൽക്കില്ല. കരഞ്ഞുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ പ്രസവിച്ച കുഞ്ഞുങ്ങൾ? ഒരു വീട്ടിൽ നിന്ന് മാറിയാലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറയും. ആ രീതിയിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പുത്രഭാഗ്യമോ നിങ്ങൾക്ക് കല്യാണ തടസ്സമോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വരുന്നു ഒരു പരീക്ഷണ അടിസ്ഥാനം ആ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിലോട്ട് താമസിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു വിവാഹ തടസ്സം, ഒരു വീട്ടിൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും പെൺകുട്ടിക്ക് വിവാഹം ആവുന്നില്ല, ഒരു വീട്ടിൽ എന്ത് തന്നെ ശ്രമിച്ചിട്ട് ആ വീട്ടിൽ പുത്രഭാഗ്യം, കുഞ്ഞുങ്ങൾ വരുന്നില്ല, നിങ്ങൾ മറ്റൊന്നും പോകേണ്ട, ഡോക്ടേഴ്സിനെയോ മറ്റും സാധ്യതകൾ നിങ്ങൾ അന്വേഷിക്കുന്നതോടൊപ്പം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തേക്കെങ്കിലും ആ വീട് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു വീട്ടിലോട്ട് പോയി നോക്കൂ. അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഒരു പറ്റുമെങ്കിൽ നല്ലൊരു വാസ്തു കൺസൾട്ടനെ കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ മറ്റൊരു വീട്ടിലോട്ട് പോയി നോക്കുക. വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. താങ്കൾ ഒരുപാട് വീടുകൾ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചില വീടുകൾ നോക്കി കഴിയുമ്പോഴത്തെ ഒരു തരത്തിലും അത് ശരിയാവില്ല എന്ന് തോന്നുന്ന വീടുകളുണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുന്ന വീടുകളുണ്ട്. അതിന് പിന്നെയും വാസ്തു നോക്കി എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സത്യം വളരെ വിഷമം വരുന്ന സാഹചര്യമാണ്. വളരെ മുഖ്യമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം അതിഗംഭീരമായ ബംഗ്ലാവ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി വാസ്തു പരിശോധിച്ച് അവർക്ക് അതിൻ്റെ പരിഹാരം കണ്ടെത്തി കൊടുത്തു വരുന്ന ഒരാളാണ്. ആ രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ചില വീടുകളൊക്കെ വർണ്ണശബളമായ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ വലിയ ബംഗ്ലാവ്സ് ഒക്കെയാണ്, മനസ്സിലായില്ലേ? പക്ഷേ വാസ്തു അടിയാണ്. അപ്പോൾ അവരവിടെ ജീവിച്ച് അതിനു മുമ്പ് ഒരു ഭയങ്കര സമർത്ഥമായി ജീവിക്കുമായിരിക്കും. ആ വീട് കെട്ടി അതിന് ശേഷം പിന്നെ ചില മാസങ്ങൾക്കുള്ളിൽ അവരുടെ അറ്റംപ്റ്റുകളെല്ലാം തോൽക്കുകയാണ്. അവരുടെ പരിശ്രമങ്ങളെല്ലാം
അവർ പരാജയമാണ്. മെല്ലെ മെല്ലെ അവർ കടം മേടിക്കാൻ തുടങ്ങുന്നു, മെല്ലെ മെല്ലെ അവരുടെ ഓഫീസിനകത്തു നിന്ന് അവരുടെ ബിസിനസ്സിനകത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നു, മെല്ലെ മെല്ലെ അവർക്ക് തന്നെ അത്രയും നല്ല ക്ലീനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വലിയൊരു കുഴപ്പത്തിലോട്ട് പോകുന്നു. ഇതെല്ലാത്തിൻ്റെയും കാരണം വീടാണ്. അപ്പോൾ അത്തരം വീടുകൾ ഞാൻ പരിശോധിക്കുന്നു, അവിടെ ഒരു ഇഞ്ച് പോലും നമുക്ക് വീട് ഇടിക്കാൻ തോന്നത്തില്ല. അത്രയും മനോഹരമായ വർക്കുകളാണ്. നമുക്ക് ഇടിക്കണം എന്ന് പറയാൻ പോലും തോന്നത്തില്ല. ആ രീതിയിലുള്ള വീടുകളുണ്ട്. ഒരുപക്ഷെ എനിക്കൊരു വാസ്തു പരിഹാരം പറയാൻ താല്പര്യമില്ലെങ്കിൽ പോലും ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, ഒരുപക്ഷെ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ ഒറ്റമുറി വാസ്തു എന്ന് പറഞ്ഞൊരു വാസ്തു ഉണ്ട്. ഒറ്റമുറി വാസ്തു. ആ വീട്ടിൻ്റെ ഇൻകം സോഴ്സ്, ആ വീട്ടിൻ്റെ ഗൃഹനാഥൻ, ആ വീട്ടിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാൾ ഈ ഒറ്റമുറി വാസ്തു ഉപയോഗിക്കുക. ഒറ്റമുറി വാസ്തുവിനെ കുറിച്ച് അറിയാൻ അത് വലിയൊരു ദീർഘമായിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. ഒരു ചെറിയൊരു ചിലവിൽ വീട്ടിൻ്റെ ടെറസിൽ നോർത്തോ ഈസ്റ്റോ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയൊരു മുറി, അതിനുള്ളിൽ കുറച്ച് അറേഞ്ച്മെൻറ്റുകളുണ്ട്. അറേഞ്ച്മെൻറ്റ് മറ്റൊന്നുമില്ല, നമ്മളൊരു കുഞ്ഞു വീട് പോലെ അതിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റമുറി വാസ്തുവിൽ നമുക്ക് അടുക്കളയും സെപ്റ്റി ടാങ്കും അതൊക്കെ വയ്ക്കാൻ പറ്റില്ല. അതിന് പകരം വാസ്തു സംബന്ധമായ ചില രഹസ്യ സൂത്രങ്ങളുണ്ട്. അത് പരിശോധിച്ച് നമുക്ക് ഒറ്റമുറി വാസ്തു വയ്ക്കാം. ഇനി അതൊരു ഫാക്ടറി ആണെങ്കിൽ പോലും ഇത്തരം രീതിയിൽ നമുക്ക് ചെയ്ത് ഒറ്റമുറി വാസ്തു. ഒരിക്കലും വാസ്തു പരിഹാര രീതിയിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം വാസ്തു എന്നുള്ളതൊരു മഹാ ഐശ്വര്യമാണ്. അത് യഥാവണ്ണം നിങ്ങൾ ശ്രദ്ധിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ വാസ്തുവിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ ആ വാസ്തു നിങ്ങൾക്ക് തിരിച്ചു തരും. അതിന് വലിയ ദീർഘദൂരമൊന്നും പോണ്ട. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം വളരെ സുഗമമായിരിക്കും. വാസ്തുവിന് നിങ്ങളൊരു 10 ലക്ഷം രൂപയോ 10 രൂപയോ 10,000 രൂപയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയോ വാസ്തുവിന് നിങ്ങൾ എന്ത് ചിലവാക്കുന്നുവോ ആ ചിലവ് ആ വാസ്തു തന്നെ നിങ്ങൾക്ക് തിരിച്ച് 10 മടങ്ങ് തിരിച്ചു തരും. ഇത് സത്യം. കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ചൂടാണ്. സത്യം പറഞ്ഞാൽ വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലൈമറ്റാണ്. അപ്പം നമ്മുടെ ഇപ്പം വാസ്തു വെച്ചാണെങ്കിൽ വായുകോണം അഗ്നികോണം ഒക്കെ ഉണ്ട്. അപ്പം വായുകോണിൽ നിന്ന് വരുന്ന കാറ്റിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ചുകൂടെ ഒന്ന് ക്ലൈമറ്റ് അന്തരീക്ഷം നന്നാക്കാം? അതിനാണ് ആ വായു കോണം തന്നെ പേര് വന്നത്. ഇപ്പം ഈശാന്യ കോണം, ആഗ്നേയ കോണം, കന്നിക്കോണം, അല്ലെങ്കിൽ നൈരുതി, അല്ലെങ്കിൽ കുബേരമൂല, അതേപോലെ വായുമൂല എന്ന് പറയുന്നു. വായുമൂല എന്തുകൊണ്ട് വായുമൂല? ഇപ്പോൾ ആഗ്നേയത്തിൽ അഗ്നി പ്രസന്റ് പോകണം, അടുക്കള വരണം എന്തുകൊണ്ട് പറയുന്നു? അത് അഗ്നിമൂല, അടുക്കള വരേണ്ട മൂല. അതേപോലെ വായുമൂലയ്ക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ വീട് കെട്ടുമ്പോൾ എല്ലാ വീടുകാരും ശ്രദ്ധിക്കുക, വായു 4 ദിക്കിൽ നിന്നൊക്കെ വായു വരുന്നുണ്ടാവും, ഈസി. പക്ഷേ വായുവത്തിൽ നിന്ന് വരുന്ന കാറ്റ് ഔഷധ കാറ്റാണ്. വായുവത്തിൽ നീച്ച ഉച്ച ഭാഗങ്ങളുണ്ട്. അതിൽ വായുവത്തിൽ ഉച്ചഭാഗം പടിഞ്ഞാറേ വായുവത്തിൽ നിന്ന് വരുന്നത് ഉച്ചഭാഗമാണ്. പടിഞ്ഞാറേ വായുവത്തിൽ ഒരു ജനൽ വയ്ക്കുക, അത് പരമാവധി തുറന്നു വയ്ക്കുക. 24/7 അവിടെ നിന്ന് വരുന്ന വായു, എല്ലാം വായു തന്നെയാണ്. പക്ഷേ ഒരു വാസ്തു തോന്നുന്നത് സ്ക്വയർ ആകുമ്പോൾ മാത്രമേ വാസ്തു തോന്നുള്ളൂ. അതും വേറൊരു സബ്ജക്റ്റ്. ആ പടിഞ്ഞാറേ വായുവെ മൂലയിൽ നിന്ന് വീട്ടിനുള്ളിൽ ആ ജനലിലൂടെ പ്രവേശിക്കുന്ന കാറ്റ് ഔഷധ കാറ്റാണ്. രണ്ടാം തരം കാറ്റുകൾ ഉച്ചഭാഗത്ത് നിന്ന് വരുന്ന കാറ്റുകൾ തന്നെ രണ്ടാം തരം. ഒരിക്കലും വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരാൻ പാടില്ലാത്തത് നീച്ച ഭാഗത്ത് ജനൽ വെച്ച് അവിടെ നിന്ന് വായു കടത്തി വിടരുത് വീട്ടിലോട്ട്. സോ നിങ്ങൾ വായുമൂലയിൽ നിങ്ങളൊരു ജനൽ, വായു ഉച്ചഭാഗത്ത് നിന്നൊരു ജനൽ, അതിലൂടെ നിങ്ങൾ വായു വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാവുന്നു. മനസ്സിലായില്ലേ? ഇപ്പം വാസ്തു അല്ലെങ്കിൽ ന്യൂമറോളജി എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഇപ്പോൾ പഠിപ്പിച്ചു പോകുന്നത് എങ്ങനെയൊക്കെയാണ്? ഞാൻ അതിനെക്കുറിച്ചൊന്ന് എല്ലാവരും ചോദിക്കുന്നത്, എപ്പോഴും എനിക്ക് ഒത്തിരി ഫോൺ വരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് സാധാരണ ഒരു 20,000 to 25,000 അന്നത്തെ നോർമൽ സാലറി. കേരളത്തിലാണെങ്കിൽ അനന്തമായ സാധ്യതകളും ഇനി ന്യൂമറോളജിക്കും വാസ്തുവിനും ഉണ്ട് താനും. അപ്പോൾ ഇതൊരു തൊഴിൽ മാർഗമായി തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് സ്വീകരിക്കാം. കാരണം ഇതിന് നിങ്ങൾ സാധാരണ ദൈനംദിന ജീവിതം കഷ്ടപ്പെട്ടൊരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഇതിനകത്തുണ്ട്. അത് ഇതൊരു തൊഴിൽ മാർഗമായി തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിന് അത് ആവശ്യമാണ്. അത്രത്തോളം റിവേഴ്സാണ് കേരളത്തിലെ വാസ്തു അല്ലെങ്കിൽ കേരളത്തിൽ പ്രയോഗിക്കപ്പെടുന്ന മറ്റു ചില രീതികളും. അതുകൊണ്ട് ഇത് പഠിക്കുക, അതൊരു വരുമാന മാർഗമായി സ്വീകരിക്കുക. എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ സ്റ്റുഡൻസിനോടും ചേർത്താണ് ഞാൻ പറയുന്നത്. പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന് ഇത് പഠിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുവദനീയമാണോ എന്നും കൂടെ എനിക്കൊന്ന് നോക്കാനുണ്ട്. ഓക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിപ്പിക്കാം. അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള സംവിധാനമായിരിക്കണം. തിരുവനന്തപുരം ഇവിടെ നമ്മുടെ ശ്രീ പത്മനാഭ ക്ഷേത്രമുണ്ട്, പത്മനാഭം കിടക്കുന്ന മണ്ണാണ്, കോവളം, മറ്റു പല രീതിയിലും ഇവിടെ സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് 2 ദിവസമെങ്കിലും ഓഫ്ലൈൻ നേരിട്ട് പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിപ്പിക്കാം. ഒന്ന് അതല്ലാതെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. അതിന് നിങ്ങൾക്ക് എത്ര പേര് വിളിച്ചാലും നമ്മളൊരു ടീം സെറ്റായി ഒരു ടൈം സെറ്റ് ചെയ്ത് നമുക്കത് ചെയ്യാം. എല്ലാ വീട്ടിനുള്ളിലും അമ്മമാരാണ്, സ്ത്രീകളാണ് വീട്ടിനുള്ളിലിരിക്കുന്നത്. അവർക്കാണ് ഈ വാസ്തു കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഒരു വീട് അതിൻ്റെ ലീഡർ അല്ലെങ്കിൽ ആ വീടിൻ്റെ അതിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ ആ വീടിൻ്റെ കഥാനായക തന്നെ അമ്മയാണ്, അല്ലെങ്കിൽ സ്ത്രീ, അനുജത്തിയാരാണ്. അപ്പോൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വാസ്തുവിനുണ്ട്. അപ്പോൾ നമുക്കതൊരു ഫ്രീ ആയിട്ട് തന്നെ
അതൊരു ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. ബേസ് ഒരു വീട്ടിനുള്ളിൽ എന്തൊക്കെയാണ് പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റു മക്കളെയും സഹോദരങ്ങളെയും അല്ലെങ്കിൽ വിരുന്ന് വരുന്ന ആൾക്കാരെയൊക്കെ എല്ലാം നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും കമ്പൽസറി വാസ്തുവിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 4 and 5 സ്റ്റെപ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന് ഒരു ഫീസ് ഇല്ല, തികച്ചും ഫ്രീ ആണ് വാസ്തു ബേസ്. അപ്പോൾ താല്പര്യമുള്ളൊരു ഫോൺ ചെയ്യുക. ഫോൺ ചെയ്യുമ്പോഴത്തേക്കും ആ സമയ അനുയോജ്യമായ രീതിയിൽ നമുക്കൊരു ക്ലാസ് അറേഞ്ച് ചെയ്യാം. എല്ലാവർക്കും വീട്ടിനകത്തൊരു മിനിമം വാസ്തു, ന്യൂമറോളജി, ജ്യോതിഷം അല്ലെങ്കിൽ ഇത്തരം ബേസ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. വളരെ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം മുന്നോട്ട് മറ്റാരുടെയും സഹായമില്ല, നിങ്ങൾക്ക് തന്നെ കുറച്ച് നല്ല പരിധി വരെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് തന്നെയാണ് കൂടുതലും പഠിപ്പിച്ചു പോകുന്നത് അല്ലേ? വാസ്തു ന്യൂമറോളജിക്ക് നിങ്ങൾ എപ്പോഴും ഫുൾ ടൈം നിങ്ങൾക്ക് ഓൺലൈനിൽ വരാം. ന്യൂമറോളജി പഠിക്കാൻ നിങ്ങൾ എന്നെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ല, ഇപ്പോഴും ഫോണിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോ കോളിലൂടെ ചെയ്യാം. പക്ഷേ വാസ്തു ബേസ് 2 ദിവസത്തെ ക്ലാസ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ നേരിട്ട് ബോർഡിൽ എഴുതി ചാർട്ട് വരച്ച് കാണിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ മൂലാധാരം ആ വിദ്യാഭ്യാസത്തിൻ്റെ. അപ്പം വാസ്തു 2 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നേരിട്ട് വരിക. ഇനി അങ്ങോട്ടൊരു 10 പേരുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇനിയിപ്പോൾ എന്നെ അങ്ങോട്ട് വരുത്തിക്കാൻ അവിടെ തന്നെ വന്ന് പഠിപ്പിക്കാൻ അതിന് ഞാൻ തയ്യാറാണ്. അതിന് വേണ്ടിയുള്ള എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാത്ത പക്ഷം നിങ്ങൾ 2 ദിവസം നമ്മൾ നേരിട്ട് തന്നെയാണ് വാസ്തു പഠിക്കേണ്ടത്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം തങ്കച്ചൻ സാറിൻ്റെ സ്ഥലം ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളൊരു സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അല്ലേ, സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോൺ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഏത് രീതിയിലാണെങ്കിലും അത് പരിഹരിച്ചു തരുന്നതാണ്. അപ്പം വാസ്തു സംബന്ധമായ ന്യൂമറോളജി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും കൺസൾട്ട് ചെയ്യാൻ പറ്റിയൊരു വ്യക്തിയാണ് തങ്കച്ചൻ സാറ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.